അറിയാതെ എന്നോ നീ എന്റെ ജീവന്റെ നിഴലായി മാറി. പറയാതെ എന്നാളും ഓമൽ താരാട്ടാൻ നെഞ്ചിലാലോലമുണരുന്നു. തൂമിന്നൽ തൂവൽ Hey guys, welcome back to another vlog and I hope you guys all are doing great. And ഇന്നത്തെ vlog വന്നിട്ട് ഇറ്റ്സ് എ പാർട്ടി മേക്കപ്പ് ലുക്ക്. ബട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് പ്ലസ് ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചൂടത്ത് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്. സോ കുറച്ച് ലൈക്ക് തന്ന് സഹായിക്കണം. ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഫേസ് വാഷ് ചെയ്ത് സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. സോ ബിഫോർ നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, നല്ല ക്ലീൻ ഫേസിൽ മേക്കപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നും നമ്മുടെ ഫേസ്. സോ വിതൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ജംപ് റൈറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് ഞാൻ യൂസ് ആക്കുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇറ്റ്സ് എ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ 125 ml ആണ്. അത്യാവശ്യം ഒരു 6 months 7 months ഒക്കെ നന്നായിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1000 rupees ആണ്. എനിക്ക് എല്ലാ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് ഒന്നും അറിയില്ല. ഇതിൻ്റെ പ്രൈസ് എനിക്ക് അറിയാവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എത്ര സെയിൽ വന്നാലും ഇതിൻ്റെ പ്രൈസ് 1000 rupees ₹1 അവർ കുറയ്ക്കില്ല. പിന്നെ ഇതിന് സെയിൽ നോക്കി ഇരിക്കാറില്ല. ഞാനിത് ഓർഡർ ചെയ്യും, എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് ഓർഡർ ആക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് നല്ല പ്രൊഡക്റ്റാണ്, അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ യൂസ് ആക്കുന്നത് എൻ്റെ കസിൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ്. മാരേജ് ഫംഗ്ഷൻ്റെ ടൈമിൽ എൻ്റെ കസിൻ എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നപ്പോൾ അവളാണ് എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ പറഞ്ഞു തന്നത്. അപ്പോൾ അന്ന് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അതിൽ പിന്നെ ഞാൻ വേറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ യൂസ് ചെയ്താലും തിരിച്ച് ബാക്ക് നമ്മൾ ഇതിലേക്ക് തന്നെ ഞാൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്തായാലും മോയ്സ്ചറൈസറിൽ ഒരു പരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ന്യൂട്രിഡേം കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് ദെൻ വാട്ട്, ഇനി നിങ്ങൾ കാണാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്ന സംഭവം എനിക്കറിയാം. എന്തായാലും എൻ്റെ സ്കിൻ കെയർ പാർട്ടൊന്ന് കഴിയട്ടെ. അതിനുശേഷം ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതെന്താ അവസ്ഥ എന്നൊക്കെ ചോദിക്കും. ബട്ട് സീരിയസ്ലി ഞാനൊക്കെ അന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നായിരുന്നു. ബട്ട് ഞാനും ഇല്ലിങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളാണെങ്കിൽ പോലും ഈ ഫോട്ടോസ് കാണുമ്പോൾ ഞങ്ങൾ ഈവൻ എനിക്ക് തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരുടെയും ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ ഉണ്ടാവും, എന്നെ പോലെ ഞാൻ മാത്രമല്ല നിങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ യൂസ് ആക്കുന്ന ഡെർമക്കോൻ്റെ സൺസ്ക്രീനാണ്. ഇനി ഈ സൺസ്ക്രീനെ ഞാൻ പുകഴ്ത്തി പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, 1% ഹൈലോണിക് ആസിഡ് സൺസ്ക്രീനാണ്. വൈറ്റമിൻ ഇ ഉണ്ട്, ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ആൻഡ് അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പാക്കേജിംഗ് ആണ് മെയിനായിട്ട്. നല്ല ക്യാരി ചെയ്യാൻ നല്ല ഈസിലി ക്യാരി ചെയ്യാൻ പറ്റും. തീരെ വൈറ്റ് കാസ്റ്റിംഗ് ഒന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത്രയും ചൂടത്ത് ഇത്രയും ഹെവിയൊക്കെ ആയിട്ട് മേക്കപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്തായാലും നാട്ടിൽ മഴയാണല്ലോ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ മറക്കാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് പ്ലീസ്. ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാമാണ്. വൈറ്റമിൻ സി പ്ലസ് ഇ ഉണ്ട്. റോസ് ബ്ലഷ് എന്നാണ് കേട്ടോ ഈ ലിപ് ബാമിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. സ്ട്രോബെറി ടിൻഡാണ്, ഒരുപാട് വന്നിട്ടുണ്ട്. അധികമായിപ്പോയി, എന്തായാലും അബ്സോർബ് ആയിക്കോളും. എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് AC ചോട്ടിലാണ് കിടക്കുന്നത്. ലൈക്ക് ഭയങ്കര ചൂടാണ്. അപ്പോൾ AC കിട്ടാൻ വേണ്ടി AC അടുത്ത് പോയി തല വെച്ചാണ് കിടക്കുന്നത്. കാരണം ബെഡൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടു AC കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ എൻ്റെ ലിപ്പ് കണ്ടോ, എൻ്റെ ലിപ്പ് നല്ലതായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ ഈ വേറെ ക്ലൈമറ്റ്, അതായത് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ക്ലൈമറ്റൊക്കെ തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ലിപ്പ് ഡ്രൈ ആവുമല്ലോ. സോ സെയിം ലൈക്ക് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ രാവിലെയും രാത്രിയൊക്കെ ലിപ് ബാമൊക്കെ കുറേ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇനി നമ്മുടെ ശരിക്കുള്ള മേക്കപ്പിലേക്കാണ് കിടക്കുന്നത് വിത്ത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ്. അപ്പോൾ ഞാൻ ഓരോ ഫോട്ടോസും കാണിക്കാം, അതനുസരിച്ചിട്ട് എൻ്റെ കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. വന്നിട്ട് മാക്കിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മാജിക് റേഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ്. ആൻഡ് ഇത് ഇവിടുത്തെ മാക്കിൻ്റെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചാണ്. നാട്ടിൽ കിട്ടും. ഇതിൻ്റെ മിനി വേർഷനുണ്ട്, വലിയ വേർഷനൊക്കെ ഉണ്ട്. ആൻഡ് എന്തായാലും നമ്മൾ കുറേ നാൾ യൂസ് ആക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും നല്ല പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഞാൻ വലിയ വേർഷൻ തന്നെ വാങ്ങിക്കോളും. ആൻഡ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫേസിൽ കൊടുക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മേക്കപ്പ് ലാസ്റ്റ് ആക്കാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് എൻ്റെ ഫോട്ടോസിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു റെഡ് കളർ പാട്ടിയാല സ്യൂട്ട് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോയാണ്. ഇത് വന്നിട്ട് എൻ്റെ സിസ്റ്ററെ വെഡ്ഡിങ്ങിൻ്റെ
തലേന്ന് മെഹന്തി നൈറ്റിന് വാങ്ങിച്ചതാണ്. പണ്ടോട്ടേ അമ്മ എങ്ങനെയാന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സാണ് ഇടിക്കുള്ളൂ. അതായത് നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ഡ്രസ്സ് എപ്പോഴും നീറ്റ്, നമ്മളെപ്പോഴും എന്നെ അമ്മി പറയുന്നൊരു കാര്യമാണ്, എപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും നീറ്റായിട്ട് പുറത്തിറങ്ങണം. അതുപോലെ തന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് എന്താ നമ്മുടെ ഡ്രസ്സിലേക്ക് ഒരാൾ നോക്കണം, അതായത് അത്രയും നല്ലതായിട്ട് നീറ്റായിട്ട് വിയർ ചെയ്യണം എപ്പോഴും അമ്മി പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒക്കെ ഹലാനൊക്കെ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഒരുങ്ങി പോകാനൊന്നും തോന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് ചോദിക്കുമ്പോൾ അമ്മ വിളിച്ച് ചീത്ത പറയുമ്പോൾ എന്ത് ഡ്രസ്സ് അടിച്ചേക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താ അതൊരു ലൈക്ക് നമ്മളെ ഞങ്ങളെ പാരൻ്റ് ചെയ്തത് ആ ഒരു രീതിയിലാണ്. അന്നത്തെ കാലത്ത് എപ്പോഴും അമ്മ പറയും നിങ്ങളെപ്പോലെ ഡ്രസ്സ് ആരും ഇട്ടിട്ടില്ല എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ലൈക്ക് തള്ളണതല്ല, ബട്ട് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചെറുപ്പം തുടങ്ങിയ അമ്മി ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന കാര്യത്തിലും ഭയങ്കര കാര്യമായിരുന്നു. ബട്ട് ഈ പിക്ക് വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ കാര്യം അടിപൊളിയായിരുന്നു, എന്നിട്ട് ട്രെൻഡിങ് ആയിരുന്നു. ബട്ട് എൻ്റെ ഫേസും എനിക്കൊരു ഫോട്ടോസ് നമ്മുടെ ഇന്നൊക്കെ എത്രത്തോളം മാറിയില്ലേ. അന്ന് എൻ്റെ സിസ്റ്റർ വെഡ്ഡിങ്ങിന് പോലും ഒരു ഫോട്ടോ മര്യാദയ്ക്ക് എൻ്റെ ഇല്ല. സീരിയസ്ലി എൻ്റെ ഒരു മര്യാദയ്ക്ക് ഒരു ഫോട്ടോ പോലും ഇല്ല. അപ്പോൾ അപ്പോൾ ആ ടൈമിൽ ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് രാത്രി ഒരു ക്ലിക്ക് കിട്ടിയതുകൊണ്ടാണ് ഈ ഫോട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ 10th പഠിക്കുമ്പോഴാണ് കേട്ടോ. എൻ്റെ 10th പഠിക്കുമ്പോൾ അവസ്ഥ അതാണ്. സോ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. വിത്ത് ആൻഡ് അനദർ പിക്. മാറ്റ് കോസ്മെറ്റിക്സിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് പിങ്ക് ലൈറ്റ്. കുറേ ഷെയ്ഡുണ്ട്, എനിക്ക് അങ്ങനെ കറക്റ്റ് ലൈക്ക് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. ഇത് ബില്ലു എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്. ആദ്യമൊന്നും കല്യാണം കഴിക്കുന്ന ടൈമിലൊന്നും അറിയില്ലായിരുന്നു ബില്ലുവിനൊന്നും എന്താണ് മേക്കപ്പ് പ്രൊഡക്ട്സ് എന്നൊന്നും. ബട്ട് നൗ അറ്റ്ലീസ്റ്റ് ഈ നോ മാക്, ഹുദ ബ്യൂട്ടി അതൊക്കെ അറിയാം. ആൻഡ് ഇതിപ്പോൾ കുറച്ച് എടുത്തത് അധികമായിട്ടുണ്ട്. ബട്ട് എന്തായാലും ഞാൻ വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമല്ലേ. ആൻഡ് ദെൻ നെക്സ്റ്റ് പിക്ചർ വന്നിട്ട് ഞാൻ ഒരു കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നൊരു പിക്ചറാണ്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ തന്നെ വീരാവസ്ഥയിലിരിക്കുന്ന എൻ്റെ കസിൻസ് ഉണ്ട്. ബട്ട് ഞാൻ റിവീൽ ചെയ്യുന്നില്ല ഫേസ്, കാരണം ഞാൻ മാത്രം അറിയാൻ മതി. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു കുതിരപ്പുറത്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ വെക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമല്ലോ, ആ ടൈമിൽ ഉമ്മയുടെ വീട്ടിൽ കുതിര ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കസിൻ ബ്രദേഴ്സിന് ഈ കുതിരഭ്രാന്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ആനിമൽസ്. അതുപോലെ തന്നെ പൂച്ചയാണ് എൻ്റെ ഏറ്റവും പേടിയുള്ള ഒരു ആനിമൽ. എനിക്ക് ചിലപ്പോൾ സിംഹത്തിന് വരെ ഇത്ര പേടി ഉണ്ടാവില്ല. സീരിയസ്ലി പറഞ്ഞാൽ എനിക്കൊരു കോഴീനെ പോലും തൊടാൻ ഒരു കുഞ്ഞിനെ പോലും തൊടാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊരു പേടി കിട്ടിയിട്ടുണ്ട്, മേ ബി അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ അന്നൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ വരുമ്പോൾ ഉമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഉമ്മച്ചോറ് കയറി ഒരു ഫോട്ടോ എടുക്കട്ടെ കയറി എന്ന് പറയുമ്പോൾ അന്നത്തെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ഞാൻ കയറി നിന്നിട്ട് എടുത്തൊരു ഫോട്ടോയാണിത്. ഇത് കുറേ നാൾ ഓടിയൊരു ഫോട്ടോയാണ്. ആൻഡ് ബട്ട് ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ നമ്മുടെ ചെറുപ്പത്തിലെ. നമുക്കതൊന്നും ഇനി തിരിച്ചിട്ടില്ലല്ലോ, നമുക്കതൊക്കെ ഓർക്കാൻ രസമുള്ള കാര്യങ്ങളാണ്. ഐബ്രോ ഫില്ലാക്കാനും അതുപോലെ തന്നെ എൻ്റെ ഐലൈനർ ജെല്ലായിട്ടും യൂസ് ആക്കുന്ന ഈ മാൾസിൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് എനിക്ക് PR എന്നാണ്. ആൻഡ് ഇത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ നെയിം എനിക്ക് കിട്ടി ഐപോഡ്സ്, അതാണ് ഇതിൻ്റെ നെയിം വന്നിട്ടുള്ളത്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ നെയിം മറന്നു പോയിട്ടുണ്ട്. ഇങ്ങനെ ഐബ്രോ ഫില്ലാക്കണം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം എൻ്റെ ഫേസ് ചേഞ്ച് ആവും. ബട്ട് എന്തായാലും ഒരു ചെറുതായിട്ട് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് ഫില്ലാക്കേണ്ട. കാരണം ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ എന്തായാലും ഉണ്ടാവും ഐബ്രോയിൽ. ആൻഡ് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഫസ്റ്റ് റൗണ്ട്. ആൻഡ് സെക്കൻഡ് ഈ ഒരു ബ്രഷാണ് അവർ തന്നിട്ടുള്ളത്. ഈ ബ്രഷിൽ തന്നെ നെക്സ്റ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മളിതാ ഈ ഒരു സംഭവം കണ്ടോ, ഇതാണ് ഐലൈനർ ജെൽ. ജസ്റ്റ് ഒരു വലിയ കാര്യമായിട്ടൊന്നും എഴുതുന്നില്ല, ചെറുതായിട്ടൊരു ഐ മേക്കപ്പിന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പിക്ക് ഈ കാണുന്ന പിക്കാണ്. ഇത് വന്നിട്ട് ഇതിനൊരു ലോങ് സ്റ്റോറി ഉണ്ട് ഗൈസ്. ഇതെനിക്കിപ്പോഴും ഭയങ്കര വിഷമമുള്ളൊരു പിക്കാണ്. ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ, നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നുന്നുണ്ടോ? കണ്ടെന്ന് അറിയോ, അതെൻ്റെ സിസ്റ്റർ വെഡ്ഡിങ്ങിൻ്റെ പിക്കാണ്. കുറേ പേർക്ക് അറിയാം, എൻ്റെ കസിൻസിനൊക്കെ അറിയാം. ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞ് ചിരിക്കും, പക്ഷെ അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു വിങ്ങലാണ്. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റർ വെഡിങ്ങിന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മി ഞങ്ങൾക്ക് നല്ല ഡ്രസ്സ് ലൈക്ക് അന്നത്തെ ഒക്കെ മോഡലാണ് ഈ ധാവണിയൊക്കെ. സീരിയസ്ലി അതെല്ലാവരും ഇട്ടിട്ടുണ്ട് ധാവണിയൊക്കെ. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്, ഞാനിതൊന്ന് എഴുതി കഴിഞ്ഞിട്ട് പറയാം.
കണ്ണൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ശരിക്കും മിററിൽ നോക്കിയാലാണ് കുറച്ചും കൂടെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ മിററിൽ പോയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ആക്കുന്നത് മേക്കപ്പ് കിറ്റാണ്, മാൾസിൻ്റെ ഒരു മേക്കപ്പ് കിറ്റാണ്. ഇതിൽ വന്നിട്ട് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി, ബട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. 3-in-1 പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതിലിതാ വന്നിട്ട് ഒരു ബ്ലഷ് ഉണ്ട്, ഒരു ഹൈലൈറ്റർ ഉണ്ട്. നമുക്ക് ഒറ്റൊരു പ്രൊഡക്റ്റിൽ ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും. സോ അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ ഞാൻ ചെയ്യുന്നത് ഈ കാണുന്ന ഈ ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് അണ്ടർ ഐലൊന്ന് ജസ്റ്റ് സ്മഞ്ച് ചെയ്ത് കൊടുക്കുക. സോ ബാക്ക് ടു സ്റ്റോറി. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സൊക്കെ ഈ ദാവണി പോലത്തെ ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നൊരു സാരി ആയിരുന്നു. ആൻഡ് ആ ടൈമിൽ ഞാൻ 10th പഠിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റെഡി ആവാനൊക്കെ. കാരണം ഓഫീസിൽ എൻ്റെ സിസ്റ്റർ വെഡിങ് കാണുമ്പോൾ എനിക്ക് റെഡി ആവണമല്ലോ. ഞാൻ മുല്ലപ്പൂ ഇട്ട്, ലൈക്ക് 2 സൈഡിൽ മുല്ലപ്പൂ ഇട്ട് ഒരു ചുട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വൺ ഓഫ് മൈ റിലേറ്റീവ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്താ കല്യാണ പെണ്ണ് മാറിപ്പോകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചുട്ടി ഊരി. ആ ചുട്ടി ഊരുന്നതിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആരോ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു പിക്ചറാണ്. ആ ചുട്ടി ഇങ്ങനെ ഊരുന്നതിൻ്റെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ചുട്ടി വരുന്നതിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. ബട്ട് അത് കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അത് ഊരി ഇപ്പോൾ ആ പിക്കിൽ ചുട്ടി ഉണ്ടാവും എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. നോക്കാം. അപ്പോൾ ചുട്ടി ഊരി മുല്ലപ്പൂ ഒക്കെ ബാക്കിലേക്ക് ഇട്ടു. ആൻഡ് ഐ വാസ് ഡിപ്രസ്ഡ്. വളരെ വിഷമമായി. കാരണം എനിക്ക് എന്തിനാണ് ഞാൻ വിഷമിച്ചതെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ അന്ന് നമ്മൾ ചെറുതാണല്ലോ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് അത് എടുത്തു. ഭയങ്കര വിഷമമായി. ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു. അമ്മി പറഞ്ഞു ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ടാന്ന് പറയാണ്, അമ്മി ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ഡ്രസ്സ് മാറി വരട്ടെ, ഞാൻ വേറെ ചുരിദാർ ഇട്ടിട്ട് വരട്ടെ. അപ്പം എൻ്റെ അടുത്ത് അമ്മി കുറേ ചീത്ത പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ ഇങ്ങനെ മറ്റൊരാൾ പറയണ കേൾക്കുന്നത് എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും സാഡായിട്ട് നിൽക്കുന്ന ഒരു പിക്ചറാണ് എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി. എനിക്കൊരു അടിപൊളി ഒരു പിക്ചർ എന്ന് പറയാനില്ല എൻ്റെ സിസ്റ്റർ വെഡ്ഡിങ്ങിൽ. പിന്നെ പോട്ടെ, ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ മറന്നു. ഞാൻ ഐഷാഡോ ഇട്ടില്ല ഗൈസ്. ഐഷാഡോ ഇടാൻ മറന്നുപോയി. ഇനി എന്ത് ചെയ്യും? ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഐഷാഡോ ഇടണമായിരുന്നു. ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഞാനത് മറന്നുപോയി ഗൈസ്. സീരിയസ്ലി മറന്നുപോയി. അതായിട്ടൊരു കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി കളയാം. ഞാൻ യൂസ് ആക്കുന്നത് മാൾസിൻ്റെ ഒരു ഡബിൾ ട്രബിൾ മസ്കാര. 2 സ്റ്റെപ്പാണുള്ളത് ഇതിന്. 2 കണ്ടോ, ഇത് 2 ബ്രഷാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ലെങ്തിയാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. PR ട്യൂൺ എനിക്ക് കറക്റ്റ് പ്രൈസ് അറിയില്ല, ബട്ട് മാൾസിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ്, അഫോർഡബിൾ ആണ്. സ്റ്റെപ്പ് 2 വോളിയം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഐലാഷ് കണ്ട, ഫസ്റ്റ് ട്രയൽ തന്നെ ഉണ്ട്. ഐലാഷസിന് നല്ല വോളിയം തിക്കനായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ആൻഡ് നോക്കൂ, ഇഷ്ടമായോ? നെക്സ്റ്റ് യൂസ് ആക്കുന്ന മാൾസിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 03 മീഡിയം ആണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റഡ് ആണ് കേട്ടോ. സ്കിൻ്റെ പെർഫെക്റ്റ് കളറാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇനി കൺസീലൊന്നും ചെയ്യണില്ല, കാരണം ഡാർക്ക് സർക്കിൾസൊക്കെ ഇനി അത്രയൊക്കെ കവറായാൽ മതി. ഓക്കെ, ബാക്കിയൊക്കെ ഞാൻ ഫൗണ്ടേഷൻ കൊണ്ട് തന്നെ കൊടുക്കുകയാണ്. അത്ര കവറായാൽ മതി. ഓക്കെ, ഞാൻ ഫൗണ്ടേഷൻ വെച്ചിട്ട് തന്നെ കൺസീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന കൺസീലറും ഈ ഫൗണ്ടേഷൻ അത്ര മാച്ചിങ് അല്ല. ഒരു ബ്രഷ് എടുക്കുക, നന്നായിട്ട് ബ്ലെൻഡ് ആക്കുക. ഓക്കെ, ഇപ്പം എന്തായാലും ബ്ലെൻഡിങ് ചെയ്യുന്ന ടൈമല്ലേ. സോ നെക്സ്റ്റ് ഫോട്ടോ പ്ലീസ്. ഓക്കെ, ഈ ഫോട്ടോ വന്നിട്ട് ഇതൊക്കെ ഞാൻ വലുതായിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. ഇനി എൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ കയ്യിൽ, കാരണം ഫോണിൽ എൻ്റെ ഇത്രേ ഉള്ളൂ, ആൽബത്തിലൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോ വന്നിട്ട് ഞാൻ ഈ ഫോട്ടോ വന്നിട്ട് ഞാൻ കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ. എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് ഉണ്ടാവും, ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ. അതായത് നേരത്തെ കണ്ട ചെറുപ്പമല്ല, അതിലും തീരെ ചെറുപ്പത്തിലൊക്കെ നല്ല ഉണ്ടാപ്പിയായിട്ടിരുന്ന ഞാനാണ്. ഇപ്പോൾ വണ്ണം വെച്ചു, ബട്ട് ആ ടൈമിലൊക്കെ നല്ല മെലിഞ്ഞിട്ടായിരുന്നു. കാരണം ഒന്നാമത് ഹോസ്റ്റൽ ഫുഡ്, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ദാറ്റ് ടൈം ഹോസ്റ്റൽ ഫുഡ് വാസ് എ ടെറർ. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഹോസ്റ്റൽ ഫുഡ്. അത്ര ഒക്കെയൊക്കെ കഴിഞ്ഞ് വരുന്ന ടൈമിൽ പാവയ്ക്ക, എന്തെങ്കിലും മോരുകറി, അങ്ങനത്തെ ഫുഡ്സായിരുന്നു. ശരിക്കും സങ്കടം വന്നിട്ടുണ്ട്. നമ്മളെല്ലാ ദിവസവും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ, അത്ര പോക്കറ്റ് പണിയൊക്കെ അല്ലേ വീട്ടിൽ നിന്ന് തരുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് എൻ്റെ ആ ഫോട്ടോയിൽ കാണുന്നത്. അത്ര ക്ഷീണിച്ചിട്ട് ഭയങ്കര ഒരു മെലിഞ്ഞിട്ട്. കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ നന്നായിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ ഫോട്ടോസ് കാണിക്കുന്നതെന്ന് ചോദിക്കരുത് എൻ്റെ അടുത്ത്. കാരണം
എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് കഴിഞ്ഞതല്ല, എൻ്റെ കയ്യിൽ ഇത്ര തൽക്കാലം കയ്യിൽ ഫോണിൽ എത്ര ഉള്ളൂ. അപ്പോൾ ഇതും എൻ്റെ ഒരു ലൈക്ക് എൻ്റെ ഒരു ടീനേജ് ആ ടൈമിലത്തെ ഫോട്ടോസാണ്. എത്ര 20-21 ആ ടൈം, ആ ഏജാണ്. ആ ഏജിലത്തെ എൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് ഞാൻ യൂസ് ആക്കുന്നത് റെയർ ബ്യൂട്ടീൻ്റെ ബ്ലഷാണ്. കുറേ പേര് എൻ്റെ അടുത്ത് എൻ്റെ ഷെയ്ഡ് ചോദിച്ചു. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് എൻകറേജ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ. ഞാൻ നിങ്ങളോട് പറയും, ഇറ്റ്സ് എ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളിത് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് നാൾ യൂസ് ആക്കാം. കാരണം ഇതിൻ്റെ ഒരു 1 ഡോട്ട് മതി, നിങ്ങൾക്ക് കുറേ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഞാനിത് കാണിച്ചു തരാം. ഞാൻ എത്ര കണ്ടിടുന്നുള്ളൂ. ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ആക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്കറിയാം. നോക്ക്, പിഗ്മെൻറ്റഡ്, എത്ര പിഗ്മെൻറ്റഡ് ആണ് നോക്ക്. നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിത് വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ. കാരണം മിസ്സാക്കണ്ട. നാട്ടിൽ എനിക്കിത് എവിടെ കിട്ടുന്നത് സീരിയസ്ലി അറിയില്ല. സെഫോറയിലുണ്ട്. ഈ നൈക്കയിലൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നൈക്കയിൽ ഇല്ലെന്നോ ഒന്ന്. ഞാൻ ഇത് ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ബില്ലു ഇതും സെറ്റിംഗ് സ്പ്രേയും എനിക്ക് ഇവിടുന്ന് വാങ്ങിച്ചിട്ടാണ് നാട്ടിലേക്ക് വന്നത്. കണ്ടോ, നല്ല സൂപ്പർ ഷെയ്ഡാണ് കേട്ടോ. കാരണം എന്താണ്, അത്യാവശ്യം എല്ലാ മേക്കപ്പ് ലുക്കിനും പറ്റിയ ഷെയ്ഡാണ്. അല്ലാതെ എന്താണ് ജോയിന്നും ഹാപ്പി എന്നൊക്കെ പറഞ്ഞ ഷെയ്ഡുണ്ട്. അതൊക്കെയാണ് ശരിക്കും ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡ്. ബട്ട് എനിക്ക് ആ ഷെയ്ഡ് എനിക്ക് അത്ര ഭയങ്കര ഒരു പിങ്കി ഷെയ്ഡായിട്ട് തോന്നി. എനിക്ക് അത്ര ഷെയ്ഡ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതാണ് കേട്ടോ ചൂസ് ചെയ്തത്. എപ്പോഴും ഒരേ ലിപ്സ്റ്റിക് ഞാൻ ഇട്ടിട്ട് ശരിക്കും അടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഹുദ ബ്യൂട്ടീൻ്റെ ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡ് 1962 ട്രെൻഡ് സെറ്റർ. നല്ല ഷെയ്ഡാണ്. എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണും ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഇത് ഭയങ്കര ഒരു ന്യൂഡ് കളറാണ്. എന്തായാലും ബാക്കിയുള്ള ഷെയ്ഡൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ ഇട്ടിട്ട് മടുത്തു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇട്ട് കാണിച്ചു തരാം. ബ്രൗൺ. കാരണം ഹുദ ബ്യൂട്ടീൻ്റെ ബാക്കി ഷെയ്ഡുകളൊക്കെ ഭയങ്കര അലമ്പാണ്. എനിക്ക് പേഴ്സണലി തോന്നിക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര എനിക്ക് എപ്പോഴും ന്യൂഡ് ഷെയ്ഡ്സാണ് ഇഷ്ടം. എല്ലാവർക്കും ഓൾമോസ്റ്റ് കുറേ പേർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഇഷ്ടം. എനിക്ക് വേറെ ഹുദ ബ്യൂട്ടീൻ്റെ വേറെ ഷെയ്ഡ്സൊക്കെ നോക്കുമ്പോൾ എനിക്ക് അത്ര ന്യൂഡായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതൊരു മസ്റ്റ് ബൈ എന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ, ലിപ്സ്റ്റിക്കിൽ നോക്കുന്നുണ്ടെങ്കിൽ ഹുദ ബ്യൂട്ടീൻ്റെ ഈ ട്രെൻഡ് സെറ്റർ വാങ്ങിച്ചോ. അതല്ലെങ്കിൽ മാക്കിൻ്റെ ഒക്കെ ഉണ്ട്, ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ആൻഡ് ദെൻ നമ്മൾ ഓൾമോസ്റ്റ് ഫേസ് സെറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് ഒരു സെറ്റിംഗ് സ്പ്രേ അടിക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള മാക്കിനാണ് സെറ്റിംഗ് സ്പ്രേ ആണ് അടിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ആക്കി കൊടുക്കുക. ഞാൻ ഓൾറെഡി എൻ്റെ ഇയറിങ്സൊക്കെ ഊരി മാറ്റി വെച്ചേക്കാനാണ്. പാർട്ടി മേക്കപ്പ് ലുക്കാണല്ലോ, കുറച്ചൊന്ന് ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഇയറിങ്സ് ഒന്ന് ഇടാം. ഞാൻ ജുംകാസ്, ഇതെനിക്ക് ഇതിവിടെ ബഹ്റൈനിലുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്സിഡൈസ്ഡ് മോഡൽ അങ്ങനത്തെ ഒരു ജ്വല്ലറിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഓൾ സെറ്റ്. ഇനി നമ്മുടെ ദുപ്പട്ടയോടെ എന്റെ ജീവന്റെ നിഴലായി മാറി പറയാതെ എന്നാളും ഓമൽ താരാട്ടാൻ. അത്രേ ഉള്ളൂ ഒരു സിമ്പിൾ പാർട്ടി മേക്കപ്പ് ലുക്ക്. നിങ്ങൾ ശരിക്കും മനസ്സിലായി എന്നൊക്കെ എനിക്ക് തോന്നുന്നു. സോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് കമന്റ്. ആൻഡ് ഇഫ് യു ആർ ന്യൂ ഹിയർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.